ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് nth ടേം എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. സോ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നു കഴിഞ്ഞാൽ nth ടേം എങ്ങനെ കാണണം. സോ ഒരു A1 A2 A3 ഇതാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സ്റ്റാർട്ടിങ്. A1 A2 A3 ഫസ്റ്റ് ഐറ്റം A1, സെക്കൻഡ് ഐറ്റം A2, തേർഡ് ഐറ്റം A3. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേം A1 എന്നാണല്ലോ പറയാം. ഫസ്റ്റ് ടേം A1 എന്ന് പറയും. അതേപോലെ തന്നെ ഡിഫറൻസ് കാണാൻ കോമൺ ഡിഫറൻസിനെ D എന്ന് പറയും. ഇനി സെക്കൻഡ് ടേം കാണാനാണെങ്കിൽ A2 കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക A+D ആണ്. അതായത് A1 + D. A1 ഫസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെ കോമൺ ഡിഫറൻസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ഐറ്റം കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. A2 കാണാൻ, അതായത് സെക്കൻഡ് ടേം കാണാൻ A+D ആണ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, A+2 - 1 × D. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. A+D എന്നുള്ളതും അല്ലെങ്കിൽ A1 + D എന്നുള്ളതും A+2 - 1 × D എന്ന് പറയുന്നത് സെയിം സംഭവം തന്നെയാണ്. ഇനി നമുക്ക് തേർഡ് ഐറ്റം ആണ് കാണേണ്ടതെങ്കിലോ A3 ആണ് കാണേണ്ടതെങ്കിലോ A2 + D ചെയ്താൽ നമുക്ക് A3 കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് അതിനെ A+D+D എന്ന് പറയാം. A+2D എന്ന് ചുരുക്കി പറയാം. ഏറ്റവും ഫൈനൽ ഫോമിലോട്ട് വരുമ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് A+3 - 1 × D എന്ന് പറയാം. അപ്പോൾ തേർഡ് ഐറ്റം കാണാൻ വേണ്ടിയിട്ട്, അതായത് A3 എന്നുള്ള തേർഡ് ഐറ്റം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് A+3 - 1 × D ചെയ്യാം. ഇനി തേർഡ് ഐറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർത്ത് ഐറ്റം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ A4 കാണാൻ, അതായത് ഫോർത്ത് ഐറ്റം കാണാൻ A3 + D, അല്ലെങ്കിൽ നമുക്ക് അതിനെ A+2D എന്ന് പറയാം. A+2D+D എന്ന് പറയാം. അതും അല്ലെങ്കിൽ ചുരുക്കി നമുക്ക് A+3D പറയാം. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള വേയിൽ നമുക്കത് കൊണ്ടുവരുമ്പോൾ A+4 - 1 × D. A+4 - 1 × D ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, A4 കിട്ടും. സോ ഇതാണ് നമ്മൾ ഫൈനലായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് AN ആണ് കാണേണ്ടത്. nth ഐറ്റം ആണ് കാണേണ്ടതെങ്കിൽ, nth ടേം ആണ് കാണേണ്ടതെങ്കിൽ അപ്പോൾ നമുക്ക് എങ്ങനെ കാണാം, A+n - 1 × D. A+n - 1 × D. നമ്പർ എത്രാമത്തെ നമ്പറാണെന്ന് നമുക്കറിയില്ല. AN കാണണമെങ്കിൽ, nth ടേം കാണണമെങ്കിൽ, അതായത് AN കാണണമെങ്കിൽ നമുക്ക് A+n - 1 × D എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ nth ഐറ്റത്തിനെയാണ്, nth ടേമിനെയാണ് നമ്മൾ AN എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം ആണ് നമ്മൾ A1 അല്ലെങ്കിൽ A എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് ആണ് D എന്ന് പറയുന്നത്. സോ നമ്മൾ AN കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോർമുല നിങ്ങൾ പഠിക്കണം, A+n - 1 × D. നമ്മൾ ഒരു ലാസ്റ്റ് ഐറ്റം നമ്മൾ AM കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഐറ്റമാണ്. A എന്ന് പറയുന്നത് nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം ഓഫ് AP എന്ന് പറയും. ജനറൽ ടേം ഓഫ് AP എന്ന് പറയും. M എന്നുള്ള ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ AM എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ലാസ്റ്റ് ടേം ആണ്. അതിനെ L കൊണ്ട്, സ്മോൾ ലെറ്റർ L കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇനി എക്സാമ്പിൾ 3.4 നോക്കുക. 10th ടേം കാണാനാണ് പറഞ്ഞത്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. 2 ആണ് അതിൽ A1, അതായത് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 7 ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് 12 ആണ്. 2, 7, 12 ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിരിക്കുകയാണ്. ഇതിൻ്റെ 10ാമത്തെ ഐറ്റം, 3 ഐറ്റം തന്നിട്ടുണ്ട്. 10ാമത്തെ ടേം ഏതാണെന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം എഴുതേണ്ടത് A1 അല്ലെങ്കിൽ A, ഫസ്റ്റ് ഐറ്റം ഏതാണ്? ഫസ്റ്റ് ഐറ്റം ഏതാണ്? 2 ആണ്. ഇനി നമ്മൾ കോമൺ ഡിഫറൻസ് കാണുക, അതായത് D കാണുക. D കാണാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ നമുക്ക് A3 - A2 ചെയ്താലും D കിട്ടും, അല്ലെങ്കിൽ A2 - A1 ചെയ്താലും D കിട്ടും. സോ രണ്ടാമത്തെ ഐറ്റം മൈനസ് ഒന്നാമത്തെ ഐറ്റം, അതായത് 7 - 2, അപ്പോൾ 5 കിട്ടി. അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? nth ടേം, അതായത് 10ാമത്തെ ടേം ആണ് കാണേണ്ടത്. സോ n = 10. 10ാമത്തെ ഐറ്റം ഏതാണെന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ഏത് ഫോർമുലയാണ് അപ്ലൈ ചെയ്യാനുള്ളത്? AN = A+n - 1 × D. അപ്പോൾ ഇവിടെ A എന്ന് പറയുമ്പോൾ A10 = A1 എന്ന് പറയുന്നത് ഏതാണ്? A1 അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. സോ 2A + n - 1, 10 - 1, 10ാമത്തെ ഐറ്റമാണ് നമുക്ക് കാണേണ്ടത്. 10 - 1 × D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. 7 - 2 5. സോ 2 + 10 - 1 × 5. സോ 10 - 1 × 5, 10 - 1 9, 9 × 5 45, +2
47. സോ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 2 7 12 ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ 10ാമത്തെ ടേം എന്ന് പറയുന്നത് 47 ആയിരിക്കും. ഇങ്ങനെയാണ് ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ nth ടേം കാണുന്നത്. ഇനി നിങ്ങൾ എക്സാമ്പിൾ 3.5 നോക്കിയാൽ മനസ്സിലാകും. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 21 ആണ്, സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് 18 ആണ്, തേർഡ് ഐറ്റം എന്ന് പറയുന്നത് 15 ആണ്. സോ -81 എന്നുള്ളത് എത്രാമത്തെ ഐറ്റം ആണ് എന്ന് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്തത് 10ാമത്തെ ഐറ്റം ഏതാണ്, 10ാമത്തെ ഐറ്റം ഏതായിരിക്കും, 10ാമത്തെ ടേം ഏതായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് -81 എന്നുള്ളത് എത്രാമത്തെ ടേം ആയിരിക്കും എന്നുള്ളതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ -81 എന്നുള്ളത് എത്രാമത്തെ ടേം ആണെന്ന് കാണണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൽ 21 18 15 ഇതാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ എ എന്ന് പറയുന്നത് A1 എന്ന് പറയുന്നത് ഏതാണ്, 21 ആണ്. ഇനി ഡി കാണണം, കോമൺ ഡിഫറൻസ് കാണണം. സോ 18 - 21, അതായത് A2 - A1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോമൺ ഡിഫറൻസ് കിട്ടും. സോ ഡി ഈസ് ഈക്വൽ ടു 18 - 21, 18 മൈനസ് കുറയ്ക്കണം 21, 18 - 21 ചെയ്യുമ്പോൾ നമുക്ക് -3 കിട്ടും. സോ -3 ആണ് ഇവിടെ ഡി എന്ന് പറയുന്നത്. കോമൺ ഡിഫറൻസ് -t. സോ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -3 ആണ്. അതായത് 18 - 21 -3 ആണ് കിട്ടുക, -3. ഇനി നമ്മൾക്ക് an എന്ന് പറയുന്നത് -81 ആണ്. -81 എന്നുള്ളത് എത്രാമത്തെ ടേം ആണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ എന്നാണ് നമുക്ക് കാണാനുള്ളത്. സോ an is equal to -81. സോ നമുക്ക് n ആണ് കാണേണ്ടത്. n കാണണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് an is equal to a plus n minus 1 into d ആണ്. സോ നമ്മൾ നേരെ നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മളത് ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് an അറിയാം അല്ലേ, an തന്നിട്ടുണ്ട്, -81 എന്നുള്ളത് an തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ an തന്നിട്ടുണ്ടായിരുന്നില്ല. 10ാമത്തെ ഐറ്റം ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ആ ഐറ്റം കണ്ടുപിടിച്ചു. A10 is equal to എന്നാണ് 10ാമത്തെ ഐറ്റം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് ഐറ്റം തന്നിട്ടുണ്ട്, പക്ഷെ അത് എത്രാമത്തെ ഐറ്റം ആണ്, എത്രാമത്തെ ടേം ആണെന്നാണ് കാണാനുള്ളത്. സോ an ഇവിടെ തന്നിട്ടുണ്ട്, n ആണ് നമുക്ക് കാണാനുള്ളത്. സോ an is equal to a plus n minus 1 into d ആണല്ലോ നമ്മുടെ ഫോർമുല. സോ a എന്ന് പറയുന്നത് ആദ്യം എഴുതാം, -81 is equal to a plus n minus 1 into d. അതായത് a എന്ന് പറയുന്നത് 21 അല്ലേ, a എന്ന് പറയുന്നത് 21 പ്ലസ് n നമുക്കറിയില്ല, n minus 1 into d നമുക്കറിയാം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 18 - 21 -3 ആണ്. സോ -81 is equal to 21 പ്ലസ് n minus 1 into -3. ആ ഫോർമുലയിലോട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ടേംസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ വോയിസ് കേൾക്കുന്നതിനപ്പോൾ നിങ്ങളിത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇത് സോൾവ് ചെയ്യണേ. -81 is equal to 21 പ്ലസ് n minus 1 into -3 എന്ന് പറയുമ്പോൾ അതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഫോർമുല സോൾവ് ചെയ്യുന്നതാണ്. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം -81 is equal to 21, അപ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ is equal to ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് ആവും. സോ -81 മൈനസ് is equal to പോയിട്ട് മൈനസ് ആവും. സോ -81 minus 21, -81 minus 21. സോ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 102 ആണ് കിട്ടുക, -102 -102 കിട്ടും. സോ ഇനി നമുക്ക് എഴുതേണ്ടത് താഴെ -102 is equal to n minus 1 into -3. -102 is equal to n minus 1 into -3. സോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് n minus 1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. സോ എന്താവും, -102
102 ഡിവൈഡഡ് ബൈ -3 ആവും. സോ -102 ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഇൻറ്റു -3 എന്നുള്ളത് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് n മൈനസ് 1 ഇപ്പുറത്തേക്ക് വരും. n മൈനസ് 1 ഈസ് ഈക്വൽ ടു -102 ഡിവൈഡഡ് ബൈ -3. സോ നമുക്ക് -102 ഡിവൈഡ് ബൈ -3 ചെയ്യുന്ന സമയത്ത് നമുക്ക് -102 ഡിവൈഡഡ് ബൈ -3 ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുക 34 ആണ്. സോ n മൈനസ് 1 ഈസ് ഈക്വൽ ടു 34 എന്ന് കിട്ടും. n മൈനസ് 1 ഈസ് ഈക്വൽ ടു 34 എന്ന് കിട്ടും. സോ n ഈസ് ഈക്വൽ ടു n മൈനസ് 1 ആണ് 34. സോ n ഈസ് ഈക്വൽ ടു 34 മൈനസിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ പ്ലസ് ആവും. 34 പ്ലസ് 1. n മൈനസ് 1 ആണ് 34. അതായത് n ഈസ് ഈക്വൽ ടു മൈനസിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ പ്ലസ് ആവും. സോ 34 പ്ലസ് 1 35. n മൈനസ് 1 പറയുമ്പോൾ 35 മൈനസ് 1 ആണ് 34. സോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ്. സോ n ഈസ് ഈക്വൽ ടു 34 പ്ലസ് 1 35. സോ 35ാമത്തെ ഐറ്റം ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 35ാമത്തെ ഐറ്റം ആണ് ഇവിടെ -81 എന്നുള്ളത്. ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം. മാത്സ് ഇത്തിരി അറിയാമെങ്കിൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്ത് തന്നെ an 0 ആണെങ്കിൽ a എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത് എത്രാമത്തെ ഐറ്റം ആയിരിക്കും എന്നുള്ളതും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ സെയിം ഇത് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് -3 ആണല്ലോ d കിട്ടിയിരിക്കുന്നത് അല്ലേ? d എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് -3 ആണ്. സോ നമുക്ക് ഇതേ ഫോർമുല വെച്ചിട്ട് a എന്ന് പറയുന്നത് 0 ആണെങ്കിൽ nth ഐറ്റം 0 ആണെങ്കിൽ a എന്ന് പറയുന്നത് 0 ആണെങ്കിൽ അത് എത്രാമത്തെ ഐറ്റമാണ്, ആ 0 എന്നുള്ളത് എത്രാമത്തെ ഐറ്റമാണ് എന്ന് എങ്ങനെ കാണാമെന്നുള്ളതാണ്. സെയിം തന്നെയാണ് അപ്ലൈ ചെയ്യുക. a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്നുള്ളത്. അതായത് 21 പ്ലസ് n മൈനസ് 1 ഇൻറ്റു -3. സോ -3 ഇൻറ്റു -1 3 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഫോർമുലനെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 21 എന്ന് എഴുതാം. പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ ഈസ് ഈക്വൽ ടു ആവും. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ഇൻറ്റു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 21 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? n മൈനസ് 1 ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 3. 21 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. n മൈനസ് 1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. സോ n മൈനസ് 1 ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 3 എന്നാവും. അപ്പോൾ n ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 21 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 7 ആണ് കിട്ടുക. സോ n മൈനസ് 1 ഈസ് ഈക്വൽ ടു 7. സോ n ഈസ് ഈക്വൽ ടു 7 പ്ലസ് 1 8. ഇങ്ങനെയാണ് കിട്ടുക. ഒന്നും കൂടെ പറയാം. നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതും a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അതായത് 21 പ്ലസ് n മൈനസ് 1 ഇൻറ്റു -3. d എന്ന് പറയുന്നത് -3 ആണ്. നമ്മൾ ഇതിനെ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? -1 ഇൻറ്റു -3 3 തന്നെയാണ്. സോ 3 ഇൻറ്റു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 21. 3 ഇൻറ്റു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 21. സോ n മൈനസ് 1 ഈസ് ഈക്വൽ ടു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 3. 21 ഹരിക്കണം 3 ചെയ്യുമ്പോൾ നമുക്ക് 7 ആണ് കിട്ടുക. സോ n മൈനസ് 1 ഈസ് ഈക്വൽ ടു n മൈനസ് n കുറയ്ക്കണം 1 ഈസ് ഈക്വൽ ടു 7. സോ n ഈസ് ഈക്വൽ ടു 7 പ്ലസ് 1 8. അപ്പോൾ നമുക്ക് 0 എന്ന് പറയുന്നത് 8ാമത്തെ ഐറ്റം ആണ്. 0 എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് 8ാമത്തെ ടേം ആണ് എന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ആ പ്രോബ്ലം. ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയുള്ളൂ. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഇനി നെക്സ്റ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. അതായത് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അതിൽ തേർഡ് ടേം എന്ന് പറയുന്നത് 5 ആണ്. 3ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് 5 ആണ്. 7ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് 9 ആണ്. സോ ആ ഒരു AP ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ 3ാമത്തെ ഐറ്റം 5ഉം 7ാമത്തെ ഐറ്റം 9ഉം ആണെങ്കിൽ ആ AP ഒന്ന് ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ 1ാമത്തെ ഐറ്റം തന്നിട്ടില്ല. സോ 1ഉം 2ഉം കിട്ടിയാലാണ്. 3ാമത്തെ ഐറ്റം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1ാമത്തെ ഐറ്റം കിട്ടുന്ന അതേപോലെ തന്നെ കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ
ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, അത് ഫോം ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അറിയോ, നമുക്ക് മൂന്നാമത്തെ ഐറ്റമാണ് 5 എന്ന് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഏഴാമത്തെ ഐറ്റമാണ് 9 എന്ന് തന്നിട്ടുണ്ട്. സോ മൂന്നാമത്തെ ഐറ്റം കാണാൻ നമ്മൾ എന്താ ചെയ്യുക, മൂന്നാമത്തെ ഐറ്റം കാണാൻ എന്താ ചെയ്യുക, a പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു ഡി, a പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു ഡി ചെയ്താലാണ് നമുക്ക് മൂന്നാമത്തെ ഐറ്റം കിട്ടുക അല്ലേ. അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ a പ്ലസ് 2d ആണ് നമുക്ക് തേർഡ് ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് a പ്ലസ് 2d ആണ്. സോ ഇതിനകത്ത് തന്നിട്ടുണ്ട് മൂന്നാമത്തെ ഐറ്റം 5 ആണെന്ന്. സോ a പ്ലസ് 2d ഈസ് ഈക്വൽ ടു 5. അതേപോലെ തന്നെ ഏഴാമത്തെ ഐറ്റം 9 ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഏഴാമത്തെ ഐറ്റം കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുക a പ്ലസ് 6d ആണ്. a പ്ലസ് 6d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴാമത്തെ ഐറ്റം കിട്ടും. സോ a പ്ലസ് 6d എന്നുള്ളത് 9 ആണെന്നും ഇവർ തന്നിട്ടുണ്ട്, ഏഴാമത്തെ ഐറ്റം 9 ആണെന്നും ഇവർ തന്നിട്ടുണ്ട്. സോ a പ്ലസ് 3 മൈനസ് 1 ഇൻറ്റു ഡി 5 ആണെന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ a പ്ലസ് 2d എന്നുള്ളത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി അല്ലെങ്കിൽ a പ്ലസ് 6d എന്നുള്ളത് 9 ആണെന്നും ഇവർ തന്നിട്ടുണ്ട്. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് d കിട്ടും. d കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഫസ്റ്റ് ഐറ്റം കാണാം. സോ ഇവിടെ നമ്മൾ എയും എയും വെട്ടിപ്പോയി, ഇത് മാത്രം ശ്രദ്ധിക്കുക. a പ്ലസ് 2d ഈസ് ഈക്വൽ ടു 5, a പ്ലസ് 6d ഈസ് ഈക്വൽ ടു 9, ഇത് മാത്രം നിങ്ങൾ സോൾവ് ചെയ്യുക. എയും എയും വെട്ടിപ്പോയി, 2d മൈനസ് 6d, 2dയിൽ നിന്ന് 6d കുറച്ച് കഴിഞ്ഞാൽ മൈനസ് 4d ആണ് കിട്ടുക. 5ൽ നിന്ന് 9 മൈനസ് ചെയ്താലും നമുക്ക് 4 കിട്ടുക അല്ലേ, മൈനസ് 4 കിട്ടുക. സോ മൈനസ് 4d ഈസ് ഈക്വൽ ടു മൈനസ് 4. സോ d ഈസ് ഈക്വൽ ടു മൈനസ് 4 ഡിവൈഡഡ് ബൈ മൈനസ് 4. എയും എയും വെട്ടിപ്പോയി, 2ൽ നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 4. സോ മൈനസ് 4d ഈസ് ഈക്വൽ ടു 5ൽ നിന്ന് 9 പോയി കഴിഞ്ഞാൽ മൈനസ് 4. സോ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. സോ d ഈസ് ഈക്വൽ ടു മൈനസ് 4 ഡിവൈഡഡ് ബൈ മൈനസ് 4, 1 കിട്ടും. സോ d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 കിട്ടി. കോമൺ ഡിഫറൻസ് 1 ആണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഐറ്റം 5 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 5ൽ നിന്ന് നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള d 1 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര, രണ്ടാമത്തെ ഐറ്റം കിട്ടും. രണ്ടാമത്തെ ഐറ്റത്തിൽ നിന്ന് വീണ്ടും d മൈനസ് ചെയ്താൽ ഒന്നാമത്തെ ഐറ്റം കിട്ടും. സോ ഇവിടെ 5 എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേം ആണ്. സോ 5ൽ നിന്ന് d ആയിട്ടുള്ള 1, d കോമൺ ഡിഫറൻസ് 1 ആണെന്ന് നമുക്ക് കിട്ടി. 5 മൈനസ് 1 ചെയ്താൽ 4 കിട്ടി, 4 ആണ് രണ്ടാമത്തെ ഐറ്റം. സോ 4 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റ് ഐറ്റം 3 ആണെന്ന് കിട്ടി. സോ ഫസ്റ്റ് ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യാം. ഫസ്റ്റ് ഐറ്റം 3, 3 പ്ലസ് 1 4 സെക്കൻഡ് ഐറ്റം, 4 പ്ലസ് 1 5 തേർഡ് ഐറ്റം, 5 പ്ലസ് 1 6 ഫോർത്ത് ഐറ്റം, 6 പ്ലസ് 1 7 ഫിഫ്ത്ത്, ഇങ്ങനെ പോകും. സോ ഇങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യുന്നത്. 7 പ്ലസ് 1 8, ആറാമത്തെ ഐറ്റം. ഏഴാമത്തെ ഐറ്റം 7 പ്ലസ് 1 8 ആണ്. എത്രാമത്തെ ഐറ്റം, 3 4 5 6, 8 പ്ലസ് 1 9 ആണ് ഏഴാമത്തെ ഐറ്റം. അങ്ങനെയാണ് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യുക. സോ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ലീനിയർ ഇക്വേഷൻസ് നമ്മളിങ്ങനെ ഫോം ചെയ്തുകൊണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുകൊണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യാം. ഇനി കുറച്ച് പ്രോബ്ലം കൂടെ ചെയ്യാനുണ്ട്.